2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ തൃക്കാക്കരയിലെയും മറ്റു പലയിടങ്ങളിലെയും ഫ്ളാറ്റുകളിൽ വച്ച് പീഡിപ്പിച്ചതായാണ് യുവതിയുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകിയായിരുന്നു പീഡനം. എന്നാൽ പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി. ഇത് തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നുമാണ് യുവതി പോലീസിനോട് വ്യക്തമാക്കിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം ആരംഭിച്ചതെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വേടനെതിരെ കേസെടുത്തത്. IPC 376 സെക്ഷൻ 2N വകുപ്പനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. BNS നിലവിൽ വരുന്നതിന് മുൻപുള്ള കുറ്റകൃത്യമായതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ യുവ ഡോക്ടറുടെ വിശദമായ മൊഴി പരിശോധിച്ച ശേഷം കൂടുതൽ തെളിവ് ശേഖരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി ഇപ്പോൾ അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതേസമയം ഇപ്പോൾ ഉയർന്ന പരാതി തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വേടൻ തന്നെ വേട്ടയാടുകയാണെന്നും ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ടെന്നും വേടന്റെ പ്രതികരണം. വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് വേടന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. സി മലയാളം ന്യൂസ്, കൊച്ചി.